നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗോപി, നീ കരയാതിരിക്കെ. എല്ലാം രഹസ്യമാക്കി വെച്ചിട്ട് ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത്? എന്നോടെങ്കിലും നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ? അത് പിന്നെ ചേച്ചി വിവാഹം കഴിക്കാത്ത നിൽക്കുമ്പോ സത്യം പറഞ്ഞ ചേച്ചിയുടെ കല്യാണം കഴിയാതെ എന്റെ കല്യാണം നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാ ചേച്ചി ചോദിച്ചപ്പോ ഒന്നും പറയാതെ ഞാൻ മറച്ചു വെച്ചത്. എനിക്കത് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴായിട്ട് നിന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചത്. അല്ല, ഇതൊക്കെ എപ്പോഴായിരുന്നു തുടങ്ങിയത്? അത് അന്ന് നാട്ടില് വെച്ച് തന്നെ ഋഷി എന്നെ പ്രപ്പോസ് ചെയ്തതാ. Will you marry me? എന്നിട്ട് എനിക്കും ഋഷിയോട് താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഋഷി സാറ് പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ ഞാനും സമ്മതിച്ചു. മോളെ, നീ കാണിച്ചത് ബുദ്ധിമോശായിപ്പോയിന്ന് ഞാൻ പറയൂ. നിങ്ങൾ തമ്മിൽ ഈ അഫയർ തുടങ്ങിയപ്പോ തന്നെ എന്നോട് പറയണമായിരുന്നു. അപ്പൊ നീ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിയുമായിരുന്നോ? ഇതിപ്പോ നിന്നെ പോലെ തന്നെ അഞ്ജലിക്കും ഋഷി ഇഷ്ടമല്ലേ? അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് ഋഷിക്ക് അവളോടായി ഇഷ്ടമില്ലല്ലോ. എന്നാലും കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ ഗോപു? എന്താ ചെയ്യാ ചേച്ചി? ഇതിപ്പോ അഞ്ജലിയും ഋഷിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞ അവര് വെറുതെ ഇരിക്കോ? എനിക്കൊന്നും അറിഞ്ഞൂടെ ചേച്ചി. മുത്തശ്ശ, കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ കുട്ടി. മുത്തശ്ശ ഇതെങ്ങനെ പരിഹരിക്കും? എന്ത് തീരുമാനം എടുക്കാന്നാ പറയുന്നത്? മുത്തശ്ശനൊരു തീരുമാനം പറയേ. തീരുമാനം ആദ്യം ജാതകപ്പൊരുത്തം നോക്കട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കാം. എന്തിനാ ജാതകപ്പൊരുത്തം? ജാതകപ്പൊരുത്തം നോക്കിയിട്ടാണോ ഞാൻ ഋഷി ഇഷ്ടപ്പെട്ടത്? ജാതകപ്പൊരുത്തത്തിനേക്കാൾ വലുതാണ് മുത്തശ്ശ മനപ്പൊരുത്തം. ആ മനപ്പൊരുത്തം ഞാനും ഋഷിയും തമ്മിൽ ധാരാളം ഉണ്ട്. മുത്തശ്ശനത് തിരിച്ചറിയണം. എന്നിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നേ പറ്റൂ. ഗോപിയെ ഉച്ച വെക്കരുത്, ശബ്ദം താഴ്ത്ത്. പിന്നെ ഞാൻ എന്ത് വേണം? എനിക്ക് ഋഷിയുമായുള്ള വിവാഹം നടത്തി തന്നേ പറ്റൂ. മുത്തശ്ശനോടാണോ ഒച്ച എടുക്കുന്നേ? ഗോപു, അകത്ത് കയറിപ്പോ. ചെന്നേ പോ. മുത്തശ്ശ, ഏതായാലും ട്വിസ്റ്റ് അടിപൊളിയായി. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജാതകത്തിലേക്കും വിഷയെത്തി. ഇനി ഗോപിക രംഗത്ത് നിന്ന് ഔട്ടാ മോളെ. ഇനി നിന്റെയും ഋഷിയുടെയും കല്യാണം ഉറപ്പായിട്ടും നടക്കും. എന്റെ ചക്കര മുത്ത് ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പഴാ എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടിയത്. പിന്നെ അല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.